നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവളുടെ കൂടെ പല സ്ഥലങ്ങളിൽ പോയതും ഒക്കെ ഇത്തരം ജീവിതത്തിന്റെ ഭാഗമാ. അതിനിടയില് ഇങ്ങനൊരു ചതി നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നടന്നതെല്ലാം വിധിയുടെ നിയോഗാ. നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അച്ഛനെ തെറ്റിദ്ധരിക്കുന്നുമില്ല. അച്ഛനമ്മമാരെ നന്നായി മനസ്സിലാക്കാതെ പോകുന്ന മക്കളുള്ളൊരു കാലമാണിത്. അതല്ല അച്ഛാ, സ്നേഹസദനത്തിൽ എനിക്ക് ഓർമ്മ വെച്ച നാളു മുതൽ കളിയായും കാര്യമായും എന്റെ കൂട്ടുകാർ ചോദിച്ച ചോദ്യ, നിന്റെ അച്ഛൻ ആരാണെന്ന്. നിനക്ക് അച്ഛനെയാണോ അമ്മയാണോ ഏറ്റവും ഇഷ്ടമെന്ന് ചോദിക്കുമ്പോ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ എല്ലാവരോടും പറയായിരുന്നു ഏറ്റവും ഇഷ്ടം എന്റെ അച്ഛനെയാണെന്നാ. പക്ഷെ ഭൂരിഭാഗം കുട്ടികളും പറഞ്ഞത് അവർക്ക് അമ്മയോടെ ഇഷ്ടമെന്നാ. ഭൂരിഭാഗം പേരുടെ വോട്ടും കിട്ടി എപ്പോഴും ജയിച്ചു കയറുന്നത് അവരുടെ അമ്മമാരാ. പക്ഷെ ഈ മകളുടെ മനസ്സിൽ ഇന്ന് ഓട്ട മത്സരത്തിൽ മുമ്പിലായിരുന്നു ഈ അച്ഛൻ. ആ അച്ഛൻ ഇങ്ങനെ പരാജിതനെ പോലെ എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. 20 വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽപ്പെട്ട് നിങ്ങളെ കാണാതായ നിമിഷം മുതൽ ഞാനൊരു പ്രത്യേകതരം മാനസികാവസ്ഥയിലായിരുന്നു. ഭാര്യയും മകളും ഇല്ലാതെ എനിക്കൊരു ജീവിതം വേണ്ടിയിരുന്നില്ല. ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും ജീവിക്കണമെന്ന് പറഞ്ഞു. ആർക്കു വേണ്ടി എന്ന ചോദ്യം വന്നപ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കാമെന്ന് കരുതി. പിന്നീട് കാശിന് വേണ്ടിയിട്ടൊരു ഓട്ട മത്സരമായിരുന്നു. കിട്ടാവുന്നിടത്തോളം സമ്പാദിച്ചു. അതൊരു ഒളിച്ചോട്ടമായിരുന്നു. കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ കേസുകളെടുത്ത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഒരു ഒളിച്ചോട്ടം.